നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ഒരു വർഷക്കാലം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 7.5 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജന്മശനിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനോവിഷമങ്ങളിലൂടെയുമൊക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ചെറിയ ഒരു മാറ്റം ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർക്ക് വ്യാഴം 5-ലും ശനി 1-ലും രാഹു 12-ലും കേതു 6-ലുമാണ്. ഒക്ടോബർ മാസം വ്യാഴം 6-ലേക്ക് വരികയാണ്. ശനി 2027 ജൂൺ മാസം 2-ാം ഭാവത്തിലേക്ക് എത്തുന്നു. ഡിസംബർ മാസം രാഹുവും കേതുവും രാശി മാറുകയാണ്. രാഹു 12-ൽ നിന്ന് 11-ലേക്കും കേതു 6-ൽ നിന്ന് 5-ലേക്കുമാണ് രാശിമാറ്റം. 1202 പൊതുവെ പറഞ്ഞാൽ സമ്മിശ്രമായ ഒരു ഫലമാണ് ഇവർക്കുണ്ടാവുന്നത്. ഗുണദോഷങ്ങൾ ഏറിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ്. ജോലി ലഭിക്കുവാനും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിലും മാനസിക സമ്മർദ്ദം കൂടുന്ന ഒരു സമയമാണ്. കർമ്മമേഖലയ്ക്ക് പുഷ്ടി ഉണ്ടാവുമെങ്കിലും ധനവരവ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതല്ല. സ്ഥലം മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. അതേപോലെ ജോലി ഇടങ്ങളിലും അത്ര സുഖകരമായ ഒരു അവസ്ഥയായിരിക്കില്ല ഈ വർഷം. എന്നിരുന്നാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ ജോലിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ധനവരവ് ഉണ്ടാവുമെങ്കിലും അതിനനുസരിച്ച് ചിലവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി അച്ചടക്കവും ശ്രദ്ധയും ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നു പോയിക്കൊള്ളണമെന്നില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ള ധനാഗമനം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ആരോഗ്യകരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്നൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും പ്രായമായവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അത്ര നല്ല സമയമല്ല. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തക്കതായ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു വർഷമാണ്. ഉപരിപഠനത്തിന് അനുകൂലമായ കോഴ്സുകൾ ലഭിക്കുവാനും ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ടെങ്കിലും അലസതയും ഏകാഗ്രതക്കുറവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് ഗുണകരമായിരിക്കും. കുടുംബപരമായി പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായ ഫലമാണ് ഇവർക്കുണ്ടാകുന്നത്. അകൽച്ചയിലുണ്ടായിരുന്ന ദമ്പതികൾ തമ്മിൽ അടുക്കുവാനും രമ്യതയിൽ വരുവാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിലും വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാക്തർക്കം ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. പരസ്പരം രമ്യതയിൽ പോയെങ്കിൽ മാത്രമേ ഈ വർഷം ഇവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വിവാഹത്തിന് അനുകൂലമായ ഒരു സമയമാണ്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് വിവാഹം നടന്നു കിട്ടുവാനും അതിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുണ്ട്. വ്യവഹാര വിജയം ഉണ്ടാവുന്നതാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. എങ്കിലും വളരെയധികം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്
പേരും പ്രശസ്തിയും കീർത്തിയും പദവിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ സമയമാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നടന്നു കിട്ടുന്നതാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും ഉണ്ടാവും. എന്നാലും അവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. വാഹനയാത്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ മാസം രാഹുകേതുക്കൾ രാശി മാറുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വർഷാരംഭത്തിൽ രാഹു അത്ര ഗുണകരമല്ല. കാരണം രാഹു 12ാം ഭാവത്തിലാണ് ഉള്ളത്. എന്നാൽ 6ാം ഭാവത്തിൽ കേതു ഗുണകരമാണ്. ഡിസംബർ മാസത്തിന് ശേഷം രാഹു 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഗുണകരമായിരിക്കും. എന്നാൽ കേതു 5ാം ഭാവത്തിലേക്ക് മാറുന്നത് അത്ര ഗുണകരമല്ല. അതേപോലെ വ്യാഴം ഒക്ടോബർ മാസത്തിൽ 6ാം ഭാവത്തിലേക്ക് മാറുന്നത് അത്ര ഗുണകരമായിരിക്കില്ല. എന്നാൽ ജനുവരി മാസം വീണ്ടും 5ാം ഭാവത്തിലേക്ക് വരുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. ജന്മശനി വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇവർക്ക് ദോഷഫലങ്ങളുടെ ആധിക്യം കൂടുതൽ ഉണ്ടാകുവാനാണ് സാധ്യത. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ആയതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിൽ ഉള്ള സമയത്ത് ഇവർക്ക്, അതായത് ഒക്ടോബർ മാസം വരെ ഇവർക്ക് വളരെ അനുകൂലമാണ്. എന്നാൽ ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം വരെ അത്ര ഗുണകരമല്ല. ജനുവരിക്ക് ശേഷം ജൂൺ മാസം വരെ ഇവർക്ക് കൂടുതൽ അനുകൂലമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനു വേണ്ടി ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിനും ദൈവാരാധന വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മഹാദേവന് വഴിപാട് ചെയ്യുന്നതും മൃത്യുഞ്ജയ ഹോമം, പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുന്നതും, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, വഴിപാട് ചെയ്യുക, വിഷ്ണുവിന് പാൽപ്പായസം വഴിപാട് ചെയ്യുന്നതും, നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതും, ഹനുമാൻ ചാലീസ ദിവസം ജപിക്കുന്നതും, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ ഇവർക്ക് ഗുണകരമായി മാറുന്നതാണ്.